നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിനു വേണ്ടി BJP നേതാക്കൾ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സന്ദർശിച്ചു. വാർത്ത വിശദമായി. ജലസേന വകുപ്പിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴയിൽ 161 കോടി രൂപയുടെ വിനോദസഞ്ചാര അമ്യൂസ്മെന്റ് പാർക്കിന് സർക്കാർ അനുമതി നൽകിയ ടെൻഡറിൽ സുതാര്യതയില്ലെന്നും സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ടെൻഡർ നൽകിയതായും ആണ് പ്രഥമ ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെൻഡർ നടപടികൾ ഒന്നും തന്നെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പുമായും ഓഫീസുമായും ഒരു തരത്തിലുമുള്ള ഇടപെടലുകളും കൂടിയാലോചനകളും നടത്താതെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നും BJP വികസനത്തിന് എതിരല്ല എന്നും, പക്ഷേ 7 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നടക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നാണ്. ഭാരതീയ ജനതാ പാർട്ടി കാഞ്ഞിരപ്പുഴയിലെ ഇറിഗേഷൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളത് EA കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് കാഞ്ഞിരപ്പുഴയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വാട്ടർ തീം പാർക്ക് പോലുള്ള വീഗാലാൻഡ് മോഡലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വികസന പ്രവർത്തനങ്ങൾ കാഞ്ഞിരപ്പുഴയിലേക്ക് വരുന്നത് ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇത് നടന്നിട്ടുള്ളത് സുതാര്യമായിട്ടല്ല എന്നുള്ളതാണ്. ഇതിലെ ടെൻഡർ നടപടികളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ സംശയമുണ്ട്. കാരണം 4 കമ്പനികൾ പങ്കെടുത്ത ടെൻഡർ നടപടിയിൽ ഏറ്റവും കുറഞ്ഞ പൈസ കോട്ട് ചെയ്ത 3% സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെയാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ടെൻഡർ സ്വീകരിച്ചിട്ടുള്ളത്. ആ ടെൻഡറാണ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കമ്പനികളെ ഒഴിവാക്കുകയും സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്നത് ഈ രീതിയിലേക്ക് ലാഭമുണ്ടാക്കുന്ന പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായിട്ട് എതിർക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ വികസനത്തിനെതിരല്ല. വാട്ടർ തീം പാർക്കിലേക്ക് കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നെങ്കിൽ 7 പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം താറുമാറാകും. ഈ പദ്ധതിയിൽ വലിയ അഴിമതി നടത്താനാണ് സർക്കാരും കോങ്ങാട് MLAയും ശ്രമിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് BJP നേതൃത്വം നൽകുമെന്ന് BJP പാലക്കാട് ജില്ലാ സെക്രട്ടറി രവി അടിയത്ത്, കരിമ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ എന്നിവർ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ, സജീഷ്, പ്രിയരാജ്, മനോജ്, ജോസഫ് ചാക്കോ, സന്തോഷ് പാലക്കൈ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ടൂറിസം പദ്ധതിയുമായി നടപ്പിലാക്കിയിട്ടുള്ള ടെൻഡർ നടപടികളിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ഞങ്ങളും ഇവിടെ EA കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. EOയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നതെന്നാണ് പറയുന്നത്. 4 കമ്പനികൾ കോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് പെരിന്തൽമണ്ണയിലെ അല എന്ന ഒരു കമ്പനിയും അതുപോലെ തന്നെ വയനാട് ടൂറിസം കോർപ്പറേഷൻ്റെ ഒരു ടൂറിസം കോർപ്പറേഷനും ഒരാൾ 3%. ഇപ്പോൾ നിലവിലുള്ള കമ്പനിക്ക് അനുവാദം കൊടുത്ത കമ്പനി 3%, അല എന്ന കമ്പനി 8%, അതുപോലെ തന്നെ വയനാട് ടൂറിസം കോർപ്പറേഷൻ അവർ 13%മാണ് ഇവിടെ ടെൻഡറിൽ പങ്കെടുത്ത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാരിൻ്റെ ഇടപെടലുകൾ മൂലം ഇവിടെ വ്യാപകമായ അഴിമതിക്കാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ 7 ഈ കുടിവെള്ളം, ഈ ഡാമിലുള്ള കുടിവെള്ളം 7 പഞ്ചായത്തുകളിലായി ആളുകൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5 താലൂക്കുകളിലേക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവിടെ വാട്ടർ തീം പാർക്ക് വരുന്നതോടുകൂടെ നമ്മുടെ ഈ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വെള്ളം സ്വാഭാവികമായും അത് മലിനമാവും. ഈ ജലം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി പഞ്ചായത്തിലെ 7 പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ, പ്രദേശ പഞ്ചായത്തുകളിലും ദിവസങ്ങളായിട്ട് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഇവിടെ കാഞ്ഞിരപ്പുഴ ഡാമത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർ തീം പാർക്ക്, ആ വാട്ടർ തീം പാർക്ക് ഇവിടെ തന്നെ കമ്മീഷൻ കമ്മിയായിട്ടുള്ള ആളുകൾക്കാണ് കൊടുത്തത്. സർക്കാരിന് കൊടുക്കേണ്ട കമ്മീഷൻ 3% ഉള്ള ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ അല്ലാതെ തന്നെ ഇവിടെ കൂടുതൽ സംഖ്യയ്ക്ക് ആളുകൾ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കാനും നേരെ പരസ്യം ചെയ്തിട്ടാണെങ്കിൽ പത്രപരസ്യമൊക്കെ ചെയ്ത് വലിയ രീതിയിൽ ടെൻഡർ നടപടികൾക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ സർക്കാരിന് കമ്മീഷൻ കിട്ടുന്നുള്ളൊരു പദ്ധതിയാക്കി ഇതിനെ മാറ്റായിരുന്നു. അതുപോലെ തന്നെ എന്താണ് വാട്ടർ തീമിന് ആവശ്യമായിട്ടുള്ള വെള്ളം എവിടെ നിന്നാണ് ഇതിനെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. കാരണം അവരോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് അത് അറിയില്ല എന്നാണ്, അത് വേറെ എന്തെങ്കിലും പദ്ധതി കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ വേറെ പദ്ധതിയാണെങ്കിൽ തരക്കേടില്ല. കാരണം ഈ ഡാമിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ തീം പാർക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള കുടിവെള്ളം മലിനമാകും, അവർക്ക് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. ഇവിടെ വാട്ടർ തീം പാർക്ക് വരണം, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം വരണമെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം. അതേപോലെ തന്നെ ഇവിടുത്തെ കർഷകരുടെ അവർക്ക് 5 താലൂക്കുകളിൽ കൃഷി ആവശ്യത്തിനായിട്ടുള്ള വെള്ളമുണ്ട്, അതിൽ ഒരു കോട്ടവും തട്ടാൻ പാടില്ല, കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അപ്പോൾ അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളത് KIDC ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ തിരുവനന്തപുരത്താണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ നേരിട്ട് പോയി ഇതിൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതായിരിക്കും.